റബ്ബർ മേഖലയുടെ രക്ഷയ്ക്കായി സർക്കാർ ഒടുവിൽ പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജും പാളുന്നു. വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങുന്നതിൽ നിന്ന് ടയർ കമ്പനികൾ വിട്ടുനിൽക്കുന്നതാണ് പാക്കേജ് അട്ടിമറിച്ചിരിക്കുന്നത്. വിലസ്ഥിരത ഉറപ്പാക്കാൻ റബ്ബറിന്റെ മൂല്യവർദ്ധിത നികുതി ഒഴിവാക്കി ഉത്തരവിറങ്ങിയെങ്കിലും ഇത് വിപണിയിൽ ചലനം സൃഷ്ടിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 20% വാറ്റ് ഒഴിവാക്കി റബ്ബർ വാങ്ങാൻ ടയർ വ്യവസായികൾ ധാരണയിലെത്തിയിരുന്നു. രാജ്യാന്തര റബ്ബർ വിലയുടെ 25%-ലധികം വില നൽകി കുറഞ്ഞത് 130 രൂപയ്ക്കെങ്കിലും റബ്ബർ സംഭരിക്കാനായിരുന്നു തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ച വിജ്ഞാപനം പുറത്തിറങ്ങിയെങ്കിലും റബ്ബർ വാങ്ങാൻ വ്യവസായികൾ എത്തിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. കച്ചവടം നടക്കാതിരുന്നിട്ടും മാർക്കറ്റ് വില 130 രൂപയെന്ന് റബ്ബർ ബോർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കർഷകരിലും വ്യാപാരികളിലും കടുത്ത പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട്. സകല ടയർ കമ്പനിക്കും പഴയ റേറ്റിൻ്റെ ഒത്തിരി പെൻഡിങ് ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഡീലേഴ്സ് ഇറക്കാനുള്ള പഴയ റേറ്റിൻ്റെ ഇതുണ്ട്. അത് തീരാതെ അവർ ഇപ്പോഴത്തെ വില വെച്ച് റബ്ബർ മേടിക്കുമോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ അവർ തീരുമാനിക്കത്തുള്ളൂ. ഇറക്കുമതി ചെയ്ത റബ്ബറിൽ 3 മാസത്തേക്ക് കൂടിയുള്ള സ്റ്റോക്ക് കയ്യിലുള്ളതുകൊണ്ടാണ് ടയർ കമ്പനികൾ വിപണിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. അവരുടെ ആവശ്യത്തിനുള്ള ബഫർ സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. 3 മാസത്തേക്കുള്ള റബ്ബർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വ്യവസായികൾ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരം 130 രൂപയ്ക്ക് റബ്ബർ വാങ്ങാൻ വരുമോ എന്ന് കണ്ടറിയണം. ഉൽപാദനം ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്ത് ഈ പ്രതിസന്ധി റബ്ബർ കൃഷി മേഖലയെ പാടെ തകർത്തിരിക്കുകയാണ്. മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ തുടങ്ങിയ ഏജൻസികൾ വഴിയുള്ള സംഭരണവും നേരത്തെ തന്നെ താളം തെറ്റിയിരുന്നു. MS അനീഷ് കുമാർ, റിപ്പോർട്ടർ, കോട്ടയം.